റിപ്പോർട്ടർ TV തുടങ്ങിയ ഒരു ക്യാമ്പയിനാണ് സർവം മായം. തേയിലപ്പൊടിയിലെ മായത്തെക്കുറിച്ച് റിപ്പോർട്ടർ TV പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. അരിഷ്ടവുമായി ബന്ധപ്പെട്ട മായം പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. ഇപ്പോൾ ഇതാ കള്ളിനകത്ത് വലിയ മായം. കള്ളിനകത്ത് മായം ഉണ്ടെന്ന് നമുക്കറിയാം പലപ്പോഴും. പക്ഷേ ഇപ്പോൾ നോക്കൂ, പാലക്കാട് ചിറ്റൂർ റേഞ്ചിൽ കള്ളിൽ കഫ് സിറപ്പിൻ്റെ സാന്നിധ്യം. കുറ്റിപ്പള്ളം വണ്ണാമട ഷാപ്പുകളിൽ നിന്ന് ശേഖരിച്ച കള്ളിലാണ് കഫ് സിറപ്പ് കണ്ടെത്തിയത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ ശേഖരിച്ച സാമ്പിളുകളുടെ പരിശോധനാ ഫലമാണ് പുറത്തു വന്നിരിക്കുന്നത്. ലൈസൻസികളും 2 വിതരണക്കാർക്കുമെതിരെ എക്സൈസ് കേസെടുത്തിട്ടുണ്ട്. ഇക്ബാൽ അറക്കൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഇക്ബാൽ അറക്കൽ, കള്ളിലും മായമുണ്ട് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. പക്ഷേ അത് ചില പൊടികളൊക്കെ ചേർത്തതിന് വീര്യം കൂട്ടാൻ വേണ്ടിയാണ്. പക്ഷേ കഫ് സിറപ്പ് ഒഴിച്ചു കൊടുത്ത് കള്ളിന് വീര്യം കൂട്ടാൻ ശ്രമിച്ചാണോ ഇപ്പോൾ പുലിവാലായിരിക്കുന്നത്? എന്താണ് സംഭവം ഇക്ബാൽ? ഗുഡ് മോർണിംഗ്. അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. വളരെ പേടിപ്പിക്കുന്ന ഒരു ലാബ് റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം കാക്കനാട് ഈ ലാബിൽ നിന്നും പാലക്കാട്ടെ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്നത്. അതായത് ചിറ്റൂർ റേഞ്ചിലെ 2 കള്ള് ഷാപ്പുകൾ, ഒന്ന് കുറ്റിപ്പള്ളത്തെയും ഒന്ന് വണ്ണാമടയിലെയും, ഈ 2 കള്ള് ഷാപ്പുകളിൽ നിന്നും കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ എക്സൈസ് വകുപ്പ് ശേഖരിച്ച ആ കള്ളിൽ നിന്നും ഇപ്പോൾ ഈ ചുമമരുന്ന് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന രാസപദാർത്ഥമായിട്ടുള്ള ബെനാട്രിലിൻ്റെ അംശമാണ് ഇപ്പോൾ ഈ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ളത്. വലിയ രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഉണ്ടാക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു രാസപദാർത്ഥമാണ് ഇപ്പോൾ വീര്യം കൂട്ടാൻ വേണ്ടി കള്ളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നേരത്തെ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ സാധാരണ രീതിയിൽ സ്പിരിറ്റ് എല്ലാം ചേർത്തു എന്ന രീതിയിലുള്ള വിവരങ്ങൾ നമുക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ കള്ളിൽ വീര്യം കൂട്ടാൻ വേണ്ടി ഇപ്പോൾ ചേർക്കുന്നത് ബെനാട്രിൽ പോലുള്ള വീര്യം കൂടിയിട്ടുള്ള രാസപദാർത്ഥങ്ങളാണെന്നാണ് ഇപ്പോൾ എക്സൈസ് വകുപ്പ് തന്നെ നടത്തിയിട്ടുള്ള പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ളത്. പാലക്കാട് ജില്ലയിലെ വിവിധ കള്ള് ഷാപ്പുകളിൽ നേരത്തെയും ഇത്തരത്തിലുള്ള ഈ ബെനാട്രിൽ പോലുള്ള രാസപദാർത്ഥങ്ങൾ കള്ളിൽ ചേർത്തിരുന്നു എന്ന് എക്സൈസ് വകുപ്പ് കണ്ടെത്തിയിരുന്നു. പക്ഷേ അത് വ്യാപകമായി എല്ലാ കള്ള് ഷാപ്പുകളിലും ഉണ്ടായിരുന്നില്ല. ഒറ്റപ്പെട്ട ചില ഭാഗങ്ങളിൽ മാത്രമായിരുന്നു ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് തന്നെ എക്സൈസ് വകുപ്പ് നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോഴും ഈ വില കൂടിയിട്ടുള്ള ബെനാട്രിൽ പോലുള്ള രാസപദാർത്ഥങ്ങളാണ് ഈ കള്ളിൽ വീര്യം കൂടാൻ വേണ്ടി ചില കള്ള് ഷാപ്പുകളിലെ ലൈസൻസിമാർ ഉപയോഗിക്കുന്നത്. ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യമെന്ന് പറയുന്നത് കുറ്റിപ്പള്ളത്തെയും ഈ വണ്ണാമടയും കള്ള് ഷാപ്പുകൾ ഒരേ ലൈസൻസിയുടേതാണ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇയാളുടെ പേരുള്ള മറ്റ് കള്ള് ഷാപ്പുകളിലും ഇത്തരത്തിൽ ബെനാട്രിൽ പോലുള്ള രാസപദാർത്ഥങ്ങൾ കള്ളിൽ വീര്യം കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് എന്നുൾപ്പെടെ ഇപ്പോൾ എക്സൈസ് വകുപ്പ് പരിശോധിക്കുകയാണ്. ഏതായാലും ഈ ഷാപ്പുകളിലേക്ക് കള്ളെത്തിക്കുന്ന വിതരണക്കാരെ കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ ഈ ലൈസൻസിയെ കേന്ദ്രീകരിച്ചും ഇപ്പോൾ എക്സൈസ് വകുപ്പ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ വേണ്ടിയുള്ള ശുപാർശകളും ഇപ്പോൾ എക്സൈസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർ പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ ശേഖരിച്ച കള്ളിൽ നിന്നാണ് ഇത്തരത്തിൽ മായം കണ്ടെത്തിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇത്രയും കാലം, ഇത്രയും മാസം ഈ വിതരണം ചെയ്തിട്ടുള്ള കള്ളിലെല്ലാം എന്തെല്ലാം രീതിയിലുള്ള രാസപദാർത്ഥങ്ങൾ തീർച്ചയായും, അതായത് എക്സൈസ് വകുപ്പ് തന്നെ പറയുന്നത് ഒരിക്കലും ബെനാട്രിൽ അല്ലെങ്കിൽ ഈ കഫ് സിറപ്പ് എന്ന് പറയുന്നത് വില കൂടിയിട്ടുള്ള സാധനങ്ങളാണ്. അതെല്ലാം കള്ളിൽ ചേർത്തതുകൊണ്ട് ലാഭം ഉണ്ടാക്കാൻ കള്ള് ഷാപ്പുകളിൽ ഉള്ളവർക്ക് സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ എക്സ്പയറി ആയിട്ടുള്ള മരുന്നുകൾ തന്നെ ആയിരിക്കണം ഒരു പക്ഷേ ഈ കള്ളിൽ വീര്യം കൂടാൻ വേണ്ടി ചേർക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ, വളരെ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കും അത് കുടിച്ചിട്ടുണ്ടായിരുന്ന ആളുകൾക്ക് ഏൽക്കാനുള്ള സാധ്യത. ഏതായാലും ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ലൈസൻസിക്കും അതുപോലെ തന്നെ വിതരണക്കാർക്കുമെതിരെ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കാനുള്ള തീരുമാനത്തിൽ എക്സൈസ് വകുപ്പ് കടക്കുന്നത്. ചിറ്റൂർ റേഞ്ചിലെ മാത്രമല്ല പാലക്കാട് ജില്ലയിലെ ഒട്ടുമിക്ക കള്ളു ഷാപ്പുകളിലും ഇത്തരത്തിൽ വലിയ രീതിയിൽ വ്യാപകമായി പരിശോധന നടത്താനാണ് ഇപ്പോൾ എക്സൈസ് വകുപ്പിന്റെ തീരുമാനം. പക്ഷേ ഇതിലൊരു പരിമിതി എന്ന് പറയുന്നത് കഴിഞ്ഞ സെപ്റ്റംബറിൽ ശേഖരിച്ച കള്ളിനാണ് ഇപ്പോൾ ഈ മാസം അല്ലെങ്കിൽ ഫെബ്രുവരിയിൽ ഇതിന്റെ റിപ്പോർട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ എക്സൈസ് വകുപ്പിന് വലിയ രീതിയിൽ ഒരു കാലതാമസം ഈ കള്ള് പരിശോധനയുമായി ബന്ധപ്പെട്ട് എടുക്കുന്നുണ്ട്. ഇത് പരിഹരിക്കാനുള്ള ഒരു നീക്കം കൂടി എക്സൈസ് വകുപ്പ് കണ്ടെത്താൻ സാധിച്ചാൽ വലിയ രീതിയിൽ ഈ മായം ചേർക്കുന്നത് തടയാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ഏതായാലും ആരോഗ്യ രംഗത്തെ വിദഗ്ധർ ഉൾപ്പെടെ പറയുന്നത് ബെനാട്രിൽ പോലുള്ള രാസപദാർത്ഥങ്ങൾ ചേർത്തുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള കള്ളുൾപ്പെടെയുള്ളത് കഴിച്ചാൽ വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളതാണ്, ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ്. ഏതായാലും ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു നീക്കം നടത്താൻ, ഈ മായം ചേർക്കുന്നത് തടയാനുള്ള നീക്കം നടത്താനാണ് ഇപ്പോൾ എക്സൈസ് വകുപ്പിന്റെ തീരുമാനം. അരുൺകുമാർ, താങ്ക് യു ഇക്ബാൽ പറഞ്ഞതുപോലെ സർവം മായം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരുന്നു. കള്ളിനകത്ത് കഫ് സിറപ്പ് ചേർക്കുക എന്നത്രേ ഒരു പ്രേക്ഷകൻ പറഞ്ഞതുപോലെ. കഫ് സിറപ്പിന് പക്ഷേ വില കൂടുതലല്ലേ? ഇത് എക്സ്പയറി കഴിഞ്ഞ കഫ് സിറപ്പായിരിക്കും എന്നുള്ള ഉറപ്പല്ലേ? ഇതൊക്കെ ചേർത്താണ് ഈ കള്ള് വിറ്റുകൊണ്ടിരുന്നതെങ്കിൽ ഇവരൊക്കെ എന്താണ് ഈ സമൂഹത്തോട് ചെയ്യുന്നത്? ഇത് കള്ള് വിശ്വസിച്ച് വാങ്ങിച്ചു കുടിക്കാൻ പോയ ഉപഭോക്താക്കളുണ്ടാവുമല്ലോ, അവരുടെയൊക്കെ കിഡ്നിയും ലിവറും ഒക്കെ ഇപ്പോൾ എന്തായിരിക്കും അവസ്ഥയെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. പരിഭ്രാന്തി ഉണ്ടാക്കാനല്ല, എങ്കിലും
കരുതിയിരിക്കുക, മായം വരാനുള്ള സാധ്യതയുണ്ട്. കഫ് സിറപ്പൊക്കെ ചേർത്ത്, എക്സ്പയറി കഴിഞ്ഞ കഫ് സിറപ്പൊക്കെ ചേർത്ത് കള്ള് ഷാപ്പിൽ കള്ളു വിൽക്കുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇത് കേട്ടിട്ട് ഒരു പ്രേക്ഷകന്റെ സംശയം, അപ്പോൾ അരുൺ ഇനി ചുമ മാറാൻ കള്ളു കുടിച്ചാൽ മതിയാകും അല്ലേ, അപ്പോൾ രണ്ടുമായി എന്ന് ഷൈജു ഒരു തമാശ രൂപേണ ചോദിക്കുന്നുണ്ട്. തമാശയാണെങ്കിലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ചില പ്രേക്ഷകർക്ക് ചില ഐഡിയകൾ കത്താൻ നിൽക്കണ്ട. നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരുന്ന കള്ളിനകത്ത് കഫ് സിറപ്പും കൂടി ചേർത്തടിച്ചാൽ വീര്യം കൂടും എന്നുള്ള ഒരു പഠന ക്ലാസ് അല്ല ഇത്. അങ്ങനെയുണ്ടല്ലോ ചില ആളുകൾ. നമ്മളിത് കുഴപ്പമാണെന്ന് കാണിക്കാൻ വേണ്ടി പറയുന്ന ഉദാഹരണം ഒരു സാധ്യതയായിട്ട് കണക്കാക്കുന്ന മനുഷ്യരുമുണ്ട്. പണ്ട് അങ്ങനെ പറയാറുണ്ട്, ഈ ചാരായത്തിൻ്റെ ദോഷവശം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു മാഷ് അല്പം ചാരായം എടുത്ത് ക്ലാസ് മുറിയിൽ ഒരു ഗ്ലാസ്സിനകത്ത് കൊണ്ടുവച്ചു. എന്നിട്ട് അവിടെയുള്ള മദ്യപന്മാരോട് അതിനകത്ത് ചില കീടങ്ങളെ ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. കീടങ്ങൾ ഇട്ട് കൊടുത്തപ്പോൾ കീടങ്ങൾ ചത്തുപോയി. അപ്പോൾ എന്നിട്ട് ഈ അധ്യാപകൻ വളരെ കൃത്യമായിട്ട് മദ്യത്തിനെതിരെയുള്ള ബോധവൽക്കരണം നടത്തുന്ന മാഷി ചോദിച്ചു, ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഉടനെ അവിടെ ഉണ്ടായിരുന്ന മദ്യപന്മാരായ വിദ്യാർത്ഥികളുടെ മറുപടി, കള്ളു കുടിച്ചാൽ കൃമികൾ മരിച്ചു പോകും, കൃമികളെ കൊല്ലാൻ അത്യുത്തമമാണ് കള്ളെന്ന് മനസ്സിലായി എന്നാണ്. അപ്പോൾ കള്ളിൽ വീര്യം ചേർക്കാൻ കഫ് സിറപ്പ് ചേർക്കാമെന്നതല്ല പാഠം, പകരം കള്ളിനകത്ത് മായമുണ്ട്, എക്സ്പയറി കഴിഞ്ഞിരിക്കുന്ന കഫ് സിറപ്പ് ചേർത്തിരിക്കുന്നു എന്നതാണ് വാർത്ത എന്നത് പ്രേക്ഷകർ ശരിയായ വണ്ണം മനസ്സിലാക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു.